الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. വേദിയിലും സദസ്സിലുമായി ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ പരമകാരുണ്യവനായ ദൈവം തമ്പുരാന്റെ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ട്രൂത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സ്നേഹ സംഗമത്തിൽ തലക്കെട്ടായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശം എന്നതാണ്. മനുഷ്യൻ എന്ന് ഭൂമിയിൽ ജീവിതം തുടങ്ങിയോ അവന്റെ ജീവിതത്തിന്റെ രഥകാല ചരിത്രങ്ങളിലുടനീളം മനുഷ്യൻ സമാധാനത്തെ തേടി യാത്രയായിട്ടുണ്ട്. സ്വസ്ഥസമ്പൂർണമായ ജീവിതത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അസ്വസ്ഥതകളും അങ്കലാപ്പുകളും അല്ലലുകളും അലട്ടലുകളും ഇല്ലാത്ത സ്വസ്ഥസമ്പൂർണമായ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെയാണ് യുഗയുഗാന്തരങ്ങളിൽ കടന്നു വന്ന യുഗപുരുഷന്മാരും താത്വികാചാര്യന്മാരും മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത്. തോമസ് മൂറിന്റെ ഉട്ടോപ്പയിലും രാബണലിന്റെ സൂര്യനഗരത്തിലും കാറൽ മാർക്സിന്റെ വരദരഹിത സമൂഹത്തിലും പുരാതന ഗ്രീക്ക് മെത്തറോളജിയിലെ പ്ലാറ്റോ മുതൽ സോക്രട്ടീസ് വരെയുള്ള മുഴുവൻ താത്വികാചാര്യന്മാരും മനുഷ്യനോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനത്തെ തേടിക്കൊണ്ടാണ്. ആധുനിക മനുഷ്യനും ഭിന്നമല്ലാത്ത വഴികളിലൂടെ അസ്വസ്ഥനായിക്കൊണ്ട് ജീവിതം കടിച്ചുകൂട്ടുമ്പോൾ സമാധാനത്തെ തേടി യാത്രയാകുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങൾ പറയുന്ന മതമാണ് മനുഷ്യന്റെ സമാധാനത്തിന്റെ സന്ദേശം. മതമില്ലാത്ത മതനിരീശ്വര നിർമ്മിതവാദികൾ പറയുന്നു മതം മനുഷ്യനെ മഴക്കുന്ന കറുപ്പാണ്. മതം മനുഷ്യന്റെ ചൂഷണ വസ്തുവാണ്. ബന്ധങ്ങളില്ലാത്ത അതിരുകളില്ലാത്ത സ്വതന്ത്രമായ മനുഷ്യന്റെ ജീവിതമാണ് മനുഷ്യ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ സാധിക്കുന്ന പ്രത്യാശാസ്ത്രമെന്ന് നിരീശ്വര നിർമ്മിതവാദികളുടെ ഇസങ്ങളൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥസമ്പൂർണമായ ജീവിതം നൽകുന്നതെങ്കിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏതു മതമാണ് മനുഷ്യനിൽ സമാധാനം നൽകുന്നത്? ഏതു മതമാണ് ദൈവിക മതം എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. എവിടെയാണോ മതം മതങ്ങളായി തീർന്നത്, എവിടെയാണോ ദൈവം ദൈവങ്ങളായി തീർന്നത് എന്ന ചോദ്യവും മനുഷ്യനിൽ ഉടലെടുക്കുന്നു. ഇവിടെ മനുഷ്യനാണോ ജീവിതത്തിന്റെ പ്രധാനമായ വസ്തുതയായി മാറുന്നത്? മനുഷ്യനെയാണ് നിർവചിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജീവജാലങ്ങൾക്കിടയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്ന ഇരുകാലിൽ ജീവിക്കുന്ന, സംസാരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെന്ന ജീവിയുടെ പ്രത്യേകതയത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം എന്ന തലക്കെട്ട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഉത്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ നിർവചിക്കുന്ന പല ഇസങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ദൈവമായും ദൈവത്തിന്റെ അവതാരങ്ങളായും ദൈവത്തിന്റെ പുത്രനായും ദൈവത്തിന്റെ സ്വരൂപമായും മനുഷ്യനെ വർണ്ണിച്ച മതതത്വങ്ങളും മത പൗരോഹിത്യത്തിന്റെ ദർശനങ്ങളിൽ ലോകത്തുടലെടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് വാല് മുറിഞ്ഞു നടുനിവർന്ന ഒരു ജന്തു മാത്രമായി മനുഷ്യനെ നിർവചിച്ച പ്രത്യാശാസ്ത്രങ്ങൾ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ പച്ചയായ മജ്ജയുള്ള മാംസമുള്ള മനുഷ്യനെയാണ് നിർവചിക്കുവാൻ കഴിയാതെ പോയിട്ടുള്ളത്. ആരാണ് മനുഷ്യനെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിൽ ഉത്തരം നൽകുന്നുണ്ട്.
വിശുദ്ധ ഖുർആനിൽ 50-ാം അധ്യായം സൂറത്ത് ഖാഫിലെ 7, 8, 9 വചനങ്ങളിലൂടെ 3 വചനങ്ങളിലൂടെ ആരാണ് മനുഷ്യനെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. എന്താണ് മനുഷ്യന്റെ ജീവിതമെന്ന്, എന്തിനാണ് മനുഷ്യന്റെ ജീവിതമെന്ന്, എങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിതമെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. 3 വചനങ്ങളിലൂടെ ദൈവം തമ്പുരാൻ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചവനത്രേ പടച്ച തമ്പുരാൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന് ദൈവം തമ്പുരാൻ ആരംഭിച്ചിരിക്കുന്നു. കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ശ്രവണ ദൃശ്യ മാധ്യമങ്ങളും ആ മനുഷ്യനിലേക്ക് അല്ലാഹു നൽകുന്നു. ഒരു തെറിച്ചു വീഴുന്ന നിസാരവൽകൃതമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് ഒരു അണ്ടത്തിന്റെയും ഒരു സിദ്ധാന്തത്തിലെ രൂപപ്പെടുത്തൊരു മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചെടുക്കുന്നു. ഈ സിദ്ധാന്തത്തിന് രൂപപ്പെടുത്തുന്നതോ കളിമണ്ണിൽ നിന്നുള്ള ജീവനെ ആരംഭിക്കുന്നതോ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നില്ല. കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിലൂടെ ഈ മനുഷ്യനിലേക്ക് ദൈവം തമ്പുരാനിൽ നിന്നുള്ള സൃഷ്ടാവിൽ നിന്നുള്ള അല്ലാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവിഷ്കാരം നൽകുന്നു. ഒരു സ്വജനപാതിയെ സംബന്ധിക്കുന്ന ഒരു വിവേചനത്വം അല്ലാഹു നൽകുന്നു. ദൈവം തമ്പുരാൻ ഈ മനുഷ്യനിലേക്ക് ഒരു ആത്മാവിഷ്കാരം നൽകുന്നു. ഈ ആത്മാവിഷ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരൽപ്പം മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിനോട് അല്ലാഹുവിനോട് സൃഷ്ടാവിനോട് നന്ദി കാണിക്കുന്നുവെന്നും വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഈ ആത്മാവിഷ്കാരം നൽകിയ, മജ്ജയും മാംസവും നൽകിയ, വിവേചനത്വം നൽകിയ, സ്വജനചിന്ത നൽകിയ, മനനശേഷി നൽകിയ മനുഷ്യന്റെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കലാപകലുഷിതമാകുന്നത്, അധർമ്മങ്ങൾ ഉണ്ടാകുന്നത്, അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, അങ്കലാപ്പുകൾ ഉണ്ടാകുന്നത്. കാരണം ഈ സ്വതന്ത്രമായ ജീവിത പദ്ധതി നൽകിയ ഈ മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ നിഷേധിക്കുന്നവനായി തീരുന്നത്, ദൈവത്തിന് നന്ദികേട് കാണിക്കുന്നവനായി തീരുന്നത്. മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് കാണുന്ന, മനുഷ്യനറിയുന്ന, മനുഷ്യനറിയാത്തതുമായി കോടാനുകോടി ജീവജാലങ്ങൾ ജീവിച്ചിരിക്കുന്നു. ആ ജീവജാലങ്ങളൊന്നും ദൈവത്തെ നിഷേധിക്കുന്നവരാകുന്നില്ല. ദൈവം നൽകിയ വഴികളിൽ നിന്ന് തെന്നിമാറുന്ന ജീവിതക്രമം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട്, മോശസ് പ്രവാചകനോട് നിങ്ങൾ കേൾപ്പിക്കുന്ന ദൈവമാണെന്ന് ഫ്രാൻസിസ് രണ്ടാമൻ ഫറോവ ചക്രവർത്തി ആരാണ് മൂസ, മോശസ് നീ കേൾപ്പിക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ മോശസ് നൽകിയ മറുപടി വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 50-ാമത്തെ വചനത്തിൽ ആരാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ്, മുഴുവൻ ജീവജാലങ്ങൾക്കും സൃഷ്ടിപ്പ് നൽകിയവനാകുന്നു ദൈവം തമ്പുരാൻ. ആ ദൈവം തമ്പുരാൻ സൃഷ്ടിപ്പ് നൽകുന്നതോടുകൂടി അവർക്കായുള്ള ജനവികമായ മാർഗം നൽകുന്നവനായ ഏതൊരു സൃഷ്ടാവുണ്ടോ, ഏതൊരു നിയന്താവുണ്ടോ, ഏതൊരു പ്രജാപതിയുണ്ടോ അവനാകുന്നു ഞങ്ങൾ കേൾപ്പിക്കുന്ന ദൈവമെന്ന് മോശസ് പ്രവാചകൻ ഫറോവയുടെ മറുപടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്ത നൽകിയ, മനഃശേഷി നൽകിയ മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ അധർമ്മങ്ങൾ ചെയ്യുന്നത്, ദൈവത്തോട് നന്ദികേട് കാണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന അധ്യായത്തിലെ ആദ്യ 3 വചനങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ തലങ്ങളെ സംബന്ധിച്ച് സ്പർശിച്ചുകൊണ്ട് 3-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട് ആ മനുഷ്യനിലേക്ക് ആ മനുഷ്യനിലേക്ക് അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ 2 വഴികളെ ദൈവത്തെ പുരാൻ കാണിച്ചിരിക്കുന്നു. ഒന്ന് അധർമ്മത്തിന്റെ വഴി, മറ്റൊന്ന് ധർമ്മത്തിന്റെ വഴി. നന്ദി ചെയ്യുന്ന, ദൈവത്തോട് നന്ദി കാണിക്കുന്നവരായി, നന്ദികേട് കാണിക്കുന്നവരായി മനുഷ്യർ വേർതിരിയുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ കാണിക്കുന്നു. ദൈവത്തമ്പുരാൻ കാണിച്ച, ദൈവത്തമ്പുരാനിൽ മനുഷ്യനിലേക്ക് ആവിർഭവിച്ച ഒരു ദൈവികമായ വിശ്വാസമുണ്ട്. ഏതു കാലഘട്ടങ്ങളിൽ, ഏത് ചരിത്രത്തിന്റെ പാതകളിൽ, ഏത് യുഗായുഗാന്തരങ്ങളിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ അക്കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യനിൽ അവനവനിൽ ഒരു ദൈവികമായ വിശ്വാസം ഉണ്ടായി തീർന്നിട്ടുണ്ട്. ഭൗതികവാദികളൊക്കെ എങ്ങനെയാണ് മനുഷ്യനിൽ ദൈവവിശ്വാസം ഉണ്ടായത്, എക്കാലഘട്ടങ്ങളിലാണ് മനുഷ്യനിൽ മതബോധമുണ്ടായത് എന്ന് ഭൗതികമായി നിർവചിച്ച പ്രത്യാശാസ്ത്രത്തിന്റെ യുഗപുരുഷന്മാർ കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ പ്രപഞ്ചത്തിൽ കാണുന്ന കോലാഹലങ്ങളും ഇടിമുടക്കുകളും മഴയും കാറ്റുമൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്തിയപ്പോ അവരിൽ നിന്ന് മരിച്ചുപോയ പ്രപിതാക്കൾ വിളിച്ചു തേടുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്തതിലൂടെയാണ് മനുഷ്യനിൽ ദൈവവിശ്വാസം
എന്ന് പഠിപ്പിച്ച ഫെറ്റിലിസത്തെ പോലെയുള്ള, ആനിമിസത്തെ പോലെയുള്ള, മാനിസത്തെ പോലെയുള്ള, തോന്നിസത്തെ പോലെയുള്ള ഇസങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ യുഗാന്തരങ്ങളിൽ ജീവിച്ച മുഴുവൻ മനുഷ്യരിലും ദൈവികമായ ഒരു ബോധമുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം സൂറത്ത് ഷംസിലെ 7 മുതൽ 10 വരെയുള്ള വചനം, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനുഷ്യന്റെ അസ്തിത്വം തന്നെയാണ് സത്യം. ആ അസ്തിത്വത്തിൽ ദൈവികമായ ബോധം അങ്കുരിക്കപ്പെട്ടില്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു. അതിനെ തകർത്തെറിയുന്നവൻ, അധമപ്പിക്കുന്നവൻ അധർമ്മകാരിയായി അധമനായി തീരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ കാണിക്കുന്നുവെങ്കിൽ, യുഗാന്തരങ്ങളിൽ കാലക്രമങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യരിലേക്ക് മുഴുവനായി ഏതു കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ആ കാലഘട്ടങ്ങളിൽ ദൈവികമായ മാർഗം പഠിപ്പിക്കുവാൻ, സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിക്കുവാൻ, ശാന്തിയുടെ സന്ദേശം നുകരുവാൻ, പരമോക്ഷത്തിന്റെ മോചനത്തിന്റെ വിമോചനത്തിന്റെ അർത്ഥശാസ്ത്രങ്ങളെ മനുഷ്യരെ പഠിപ്പിക്കുവാൻ ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവിക ദൂതന്മാർ കടന്നു വന്നുകൊണ്ട് മനുഷ്യരോട് അവന്റെ ജീവിതത്തിലെ സമ്പൂർണമായ സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു ജീവിതത്തെ സംബന്ധിച്ച്, ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച്, ദൈവികമായ മാർഗത്തെ സംബന്ധിച്ച് പറയപ്പെടാത്ത, കേൾപ്പിക്കാത്ത, പ്രവാചകന്മാർ നിയുക്തമാകാത്ത ഒരു സമൂഹമേ കാലാന്തരങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിൽ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, പ്രവാചകരെ താങ്കൾ പറയുക, നിങ്ങൾക്ക് മുമ്പ് കേൾക്കുക, സമൂഹത്തോട് കേൾപ്പിക്കുക, ഒരു സമൂഹമേ, പ്രപഞ്ചത്തിലെ ഒരു സമൂഹമേ, ഒരു മനുഷ്യകുലമേ കഴിഞ്ഞു പോയിട്ടില്ല. അവരിലേക്ക് ദൈവിക ദൂതന്മാരായി പ്രവാചകന്മാർ വന്നുകൊണ്ടല്ലാതെ ഒരു സമൂഹമേ കഴിഞ്ഞു പോയിട്ടില്ല. യുഗാന്തരങ്ങളിൽ ഈ മനുഷ്യന്റെ ചരിത്രങ്ങളിൽ, വായിക്കപ്പെട്ട ചരിത്രങ്ങളിലും നമുക്കറിയാത്ത യുഗയുഗാന്തരങ്ങളിൽ ഇന്ന് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ആ സമൂഹങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച് പറയപ്പെടുവാൻ, ഏകനായ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുവാൻ, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിക്കുവാൻ പ്രവാചകന്മാർ നിയുക്തമായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മനുഷ്യരോട് മനുഷ്യത്വമുണ്ടാകുന്ന, മാനവികതയുണ്ടാകുന്ന, സമാധാനമുണ്ടാകുന്ന, ശാന്തിയുണ്ടാകുന്ന സമ്പൂർണമായ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ നൽകി. ആ കാഴ്ചപ്പാട് മനുഷ്യനുണ്ടാകുന്നത് മുഴുവൻ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. മുഴുവൻ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളാണ്. ഒരുപാട് ഭാഷകളിൽ, ഒരുപാട് സംസ്കാരങ്ങളിൽ, ഒരുപാട് വൈഭവങ്ങളിൽ, ഒരുപാട് സംസ്കാരത്തിന്റെ വിഭിന്ന ചേരികളിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവനൊരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. ഒരു മാനവ കുലമാണ്. ഈ മാനവ കുലത്തിന് ഒരു സത്താവുണ്ട്. പ്രപഞ്ചമെന്ന പോലെ, ഒരു ജീവിതമെന്ന പോലെ മനുഷ്യർക്കൊന്നാകുവാൻ കഴിയുന്ന, ഒരുമയുണ്ടാകാൻ കഴിയുന്ന, ശാന്തി പകരാൻ കഴിയുന്ന, സമാധാനമുണ്ടാകാൻ കഴിയുന്ന, മനുഷ്യത്വം മുതലെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം ഏകനായ സത്താവായ ദൈവം തമ്പുരാനിലേക്ക് മനുഷ്യർ മടങ്ങുക. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടങ്ങളിൽ, ഏത് സമൂഹങ്ങളിൽ പ്രവാചകന്മാർ യോഗ്യതരായോ ആ പ്രവാചകന്മാരെ മുഴുവൻ സമൂഹത്തോട് പഠിപ്പിച്ചത് ഏകനായ, ഏകേശ്വരനായ അല്ലാഹു എന്ന് വിളിക്കുന്ന പ്രപഞ്ചനാഥനായ, സൃഷ്ടാവായ, ഹിരണ്യഗർഭനായ, പ്രജാപതിയായ, യഹോവയായ, കർത്താവായ ഏതു പേരുകളിൽ മനുഷ്യനറിയുന്ന ഭാഷകളിൽ ദൈവത്തെ വർണ്ണിച്ച് വ്യത്യസ്തപ്പെടുത്തിയാലും ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ഏകനായ ദൈവത്തിന്റെ മാർഗം പിടിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനല്ലാതെ ഒരു പ്രവാചകനും സമൂഹത്തേക്ക് യോഗ്യതമായിട്ടില്ല. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും, ഒരു യുഗപുരുഷനെയും, ഒരു മഹർഷിയെയും, ഒരു പ്രവാചകനെയും ലോക സമൂഹത്തിലേക്ക് നാം നിയുക്തമായിട്ടില്ല. അവരോട് ഏകനായ അല്ലാഹുവിനെ, സത്താവിനെ, പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കണമെന്ന് അവരെ കേൾപ്പിച്ചുകൊണ്ടല്ലാതെ മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യനോട് ഒരു സമാധാനത്തിന്റെ സന്ദേശമായി, മാനവികതയുടെ സന്ദേശമായി, മനുഷ്യകുലത്തിന്റെ ശാന്തിയുടെ സന്ദേശമായി ഒരു മതം പഠിപ്പിച്ചു, ഒരു സന്ദേശം നൽകി. ആ മതം ശാന്തിയുടെ മതമാകുന്നു, മാനവികതയുടെ മതമാകുന്നു, ഒരു ജീവിതത്തിന്റെ ധർമാതരങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു മാർഗതലങ്ങളാകുന്നു. ഓരോ യുഗപുരുഷന്മാർ കടന്നു വന്നു. ആ സമൂഹങ്ങളിലൊക്കെ ഏതൊരു കാര്യമാണ് കേൾപ്പിച്ചത്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ സൂറത്ത് ബഖറയിലെ 21-22 വചനങ്ങളിലൂടെ മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ ദൂതന്മാരും മനുഷ്യരോടായി പഠിപ്പിച്ച, മനുഷ്യരെ കേൾപ്പിച്ച ഒരു ശാന്തിയുടെ, ഒരു സമത്വത്തിന്റെ, ഒരു മോക്ഷത്തിന്റെ മാർഗമായി പഠിപ്പിച്ച 2 വചനങ്ങളുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ
തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യ, കേദാരികളെ എന്നല്ല വിളിക്കുന്നത്, അറബികളെ എന്നല്ല വിളിക്കുന്നത്, ഖുറൈശികളെ എന്നല്ല വിളിക്കുന്നത്, മക്കാ നിവാസികളെ എന്നല്ല വിളിക്കുന്നത്, മാപ്പിള സമൂഹമേ എന്നല്ല വിളിക്കുന്നത്, മുസ്ലിം സഹോദരങ്ങളെ എന്നല്ല വിളിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായി, ദൈവത്തിന്റെ സൃഷ്ടിയായി, ദൈവത്തിന്റെ അടിമയായി വിവിധ ചോരികളിൽ, വിവിധ കോലങ്ങളിൽ, വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ജീവിച്ച മുഴുവൻ മനുഷ്യരെയും ദൈവത്തിന്റെ ഉടമയാകുന്ന ദൈവം അടിമയായ മനുഷ്യനെ, സൃഷ്ടിയായ മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യ, നീ ആരാധിക്കുക, നീ പ്രാർത്ഥിക്കുന്നവനാവുക, നീ ആരാധനകൾ അർപ്പിക്കുക. നിന്നെ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തുന്ന ഏതൊരു ഈശ്വരനുണ്ടോ, ഏതൊരു പരാശക്തിയുണ്ടോ, ഏതൊരു പ്രപഞ്ചനാഥനുണ്ടോ, ആ പ്രപഞ്ചനാഥനെ, ആ അല്ലാഹുവിനെ, ആ സത്താവിനെ, ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവനായി നീ മാറുക. നിന്നെയും നീ കാണുന്ന മാനവകുലത്തെയും മാനവ ചരിത്രത്തെയും മാനവ സമൂഹത്തെയും സൃഷ്ടിച്ചു പരിപാലിച്ച ജീവനും ജീവിതവും നൽകിയ ജഗത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, മാനവകുലത്തിന്റെ മുഴുവതിന്റെയും സത്താവായ ഏതൊരു പരാശക്തിയുണ്ടോ ആ പരാശക്തിയെ നീ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ള, ഭയഭക്തിയുള്ള, പരമാദരങ്ങൾ വ്യവച്ഛേദിച്ചറിയുന്നവനായി ഒരു മനുഷ്യനായി നീ മാറുന്നതിന് വേണ്ടി. ആരാണ് ആ ദൈവം? ആരാണ് ആ പരാശക്തി? അല്ലദീ ജഅലകുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാ വഅൻസല മിനസ് സമാഇ മാ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി വഅൻദാദൻ വഅൻതും തഅലമൂൻ. ആരാണ് ആ ദൈവം തമ്പുരാൻ? മനുഷ്യ, നീ ജീവിക്കുന്ന ഭൂമിയെ ഒരു വിധാനമായി വിധേയമാക്കി തന്നവനാകുന്നു, ഒരു വിരിപ്പായി വിരിച്ചു തന്നവനാകും ദൈവം തമ്പുരാൻ. മേൽക്കൂരയായി ആകാശത്തെ സൃഷ്ടിച്ചവൻ, ആകാശത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് പേമാരി നൽകുന്നവൻ, പേമാരി മുഖേന നീ ജീവിക്കുന്ന ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിക്കുന്നവൻ, ആ സസ്യങ്ങളിൽ നിന്ന് നിനക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെച്ചവനായ ഏതൊരു പരാശക്തിയുണ്ടോ, ഏതൊരു ദൈവമുണ്ടോ, ഏതൊരു ഈശ്വരനുണ്ടോ, ഏതൊരു ദൈവമുണ്ടോ, ഏതൊരു സത്താവുണ്ടോ, ആ സത്താവിലേക്ക് ആരാധനകൾ അർപ്പിക്കുന്ന, പ്രണമിക്കുന്ന, ആരാധിക്കുന്ന, അവന്റെ മാർഗത്തെ തിരഞ്ഞെടുക്കുന്ന, ആ മാർഗത്തിൽ സ്വസ്ഥത തോടുന്ന, ആ മാർഗത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന, ജീവിത സരണിയായി മാറുന്ന ഒരു മനുഷ്യനായി നീ മാറിക്കൊണ്ടിരിക്കുക. ആ ദൈവം തമ്പുരാൻ മാനവകുലത്തെ, മനുഷ്യ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്തിയുടെ, സ്വാസ്ഥ്യത്തിന്റെ, ധർമ്മത്തിന്റെ, മോക്ഷത്തിന്റെ, മോചനത്തിന്റെ വേഗത്തിലേക്കായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മയശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു പ്രപഞ്ചത്തിന്റെ സത്താവ് മാനവകുലത്തെ, മനുഷ്യ സമൂഹത്തെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്വാസ്ഥ്യത്തിന്റെ വേഗത്തിലേക്കായിരിക്കുന്നു. വിശാല ഹൃദയതയുള്ള, സാത്വിക മനസ്സുള്ള മുഴുവൻ ആളുകൾക്കും ദൈവത്തമ്പുരാനിലേക്കുള്ള സാൻമാർഗികതലം ദൈവത്തമ്പുരാൻ കാണിച്ചു കൊടുക്കുന്നു. ഈ ദൈവം തമ്പുരാനിലേക്കുള്ള, അല്ലാഹുവിലേക്കുള്ള, പ്രപഞ്ചനാഥനിലേക്കുള്ള സാൻമാർഗിക തലങ്ങളെ സ്പർശിക്കുവാനും പുൽകുവാനും സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു മാർഗത്തിനല്ലാതെ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമല്ല, സമാധാനം ഉണ്ടാക്കുക സാധ്യമല്ല. ദൈവികമായ പരിപോഷത്തിലൂടെ, ദൈവിക മാർഗത്തിലൂടെയല്ലാതെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ, പ്രപഞ്ചനാഥന്റെ വഴിയെ തിരഞ്ഞെടുക്കുകയല്ലാതെ, ആ മാർഗത്തെ വേർതിരിച്ചറിയുകയല്ലാതെ മനുഷ്യനവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുക സാധ്യമല്ല, സമാധാനമുണ്ടാക്കുക സാധ്യമല്ല. ആധുനിക മനുഷ്യൻ വെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത് ആ ദൈവങ്ങളിലേക്ക്, കുലദൈവങ്ങളിലേക്ക്, വർഗങ്ങളിലേക്ക്, കുലങ്ങളിലേക്ക് മനുഷ്യൻ വേർപ്പെട്ടുകൊണ്ട് യാത്രയാകുന്നത് ഈ സമാധാനത്തെ തേടിക്കൊണ്ടായിരിക്കുന്നു. മദ്യവും മദിരാശിയും മനുഷ്യനിൽ മയക്കുമരുന്നും ഈ കറുപ്പുകളും ലേനകളും പടർച്ചകളുമൊക്കെ മനുഷ്യൻ ഒരൽപ്പനേരത്തെ ശാന്തിക്ക് വേണ്ടി യാത്രയാകുന്ന കാഴ്ചപ്പാടുകളുണ്ടായിരിക്കുന്നു. ഒരു കാലത്ത് മതമില്ലാത്ത, ദൈവബോധമില്ലാത്ത, സാൻമാർഗ ബലമില്ലാത്ത, സ്വതന്ത്രമായ ഈശ്വരത്വത്തിന്റെ വാദങ്ങളായിരുന്നു മതത്തിന്റെ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടായി മനുഷ്യർ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ആ ദൈവങ്ങളിലേക്ക്, ജീവിക്കുന്ന ദൈവങ്ങളിലേക്ക് മനുഷ്യൻ വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് നിർജീവങ്ങളായ ദൈവിക രൂപങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പച്ചയായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ശാന്തി തേടി, സമാധാനം തേടി നിർജീവങ്ങളായ ദൈവിക രൂപങ്ങളിലേക്ക് മുന്നിലേക്ക് മനസ്സമർപ്പിക്കുന്ന ഒരു കേരളത്തിന്റെയും, ഒരു ഇന്ത്യയുടെയും, ലോകത്തിന്റെയും ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ചുംബിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ആയികൾ ചെയ്യുന്ന, ജീവിക്കുന്ന, ചിരിക്കുന്ന ദൈവങ്ങളിലേക്ക് മനുഷ്യൻ വഴിമാറുന്നു. ഇവിടെ ദൈവികമായ മാർഗം നമ്മൾ തിരിച്ചറിയുക. പ്രപഞ്ചനാഥനിലേക്ക് മനുഷ്യൻ മടങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചനാഥനിലേക്ക് വഴിമാറുകയാണ്
മാറുകയല്ലാതെ, സത്താവിലേക്ക് വഴിമാറുകയല്ലാതെ മറ്റൊരു വഴി മനുഷ്യനിൽ നന്മയുണ്ടാക്കുവാൻ, മനുഷ്യനിൽ സമാധാനമുണ്ടാക്കുവാൻ, മനുഷ്യനിൽ മോക്ഷമുണ്ടാക്കുവാൻ, മനുഷ്യനായി മാറുന്ന മറ്റൊരു തത്വം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടോ അവരിലേക്ക് മുഴുവനായി ദൈവിക പ്രവാചകന്മാർ, യുഗപുരുഷന്മാർ കടന്നു വന്നുകൊണ്ട് മനുഷ്യരോട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവത്തോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ചു. ഏകനായ ഏകേശ്വരനായ പ്രപഞ്ചത്തിന്റെ അധിപനായ ഏതൊരു പരാശക്തിയുണ്ടോ ആ ദൈവത്തോട് ആരാധിക്കുന്നവനായി, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായി, ദൈവിക മാർഗം തെരഞ്ഞെടുക്കുന്നവനായി മനുഷ്യൻ മാറുക. ഈ മാറലല്ലാതെ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമല്ല. പക്ഷേ യുഗയുഗാന്തരങ്ങളിൽ പ്രവാചകന്മാർ നിയുക്തരായിക്കൊണ്ട് മനുഷ്യരോട് ദൈവികമായ മാർഗം പഠിപ്പിച്ചു. നോഹാ പ്രവാചകനെ പോലെ, അബ്രഹാം പ്രവാചകനെ പോലെ, മോശ പ്രവാചകനെ പോലെ, ജീസസ് ക്രൈസ്റ്റ് പോലെ, ഭാരതീയ ദാർശനികന്മാരെ പോലെ യുഗയുഗാന്തരങ്ങളിൽ പ്രവാചകന്മാർ, ദൂതന്മാർ, മനുഷ്യന്മാർ മനുഷ്യരോട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഏകനായ ഏകേശ്വരനായ ദൈവത്തെക്കുറിച്ച് മാത്രം ജീവിതത്തിൽ സമർപ്പിക്കുവാൻ അവരെ പഠിപ്പിച്ചു. നമുക്കറിയാം ഉദ്യോഗ പുസ്തകത്തിലെ 1-ാം തലത്തിലെ 121-ാമത്തെ വചനത്തിൽ മനുഷ്യന്റെ മോക്ഷത്തിന്റെ മാർഗമായി, ശാന്തിയുടെ മാർഗമായി, സമാധാനത്തിന്റെ മാർഗമായി മനുഷ്യനോടുള്ള കർത്തവ്യമായി പഠിപ്പിച്ചത് ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പരിദേകാസിബ് സദാധാര പ്രതിവ്യന്താമുദേമാം കസ്മൈ ദേവയാം കവിശാന്തിദേമാം. അന്ധകടാകത്തെ ദാനഭവനങ്ങളെ ഗർഭം ധരിച്ചവനായ പ്രകാശസ്വരൂപനായ ഏതൊരു പരാശക്തിയുണ്ടോ, ഏതൊരു ഈശ്വരനുണ്ടോ, ഏതൊരു ജഗദ്ഗുരുവുണ്ടോ ആ ഹിരണ്യഗർഭനെ പ്രണമിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ മോക്ഷമെന്ന്, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമെന്ന് ഭാരതീയരിലേക്ക്, ദ്രാവിഡന്മാരിലേക്ക്, ആര്യന്മാരിലേക്ക് ഇറങ്ങി വന്ന ദൈവിക പ്രവാചകന്മാർ ആ സമൂഹത്തെ പഠിപ്പിച്ചു. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ വന്നുകൊണ്ട് മനുഷ്യരോട് ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഏകദൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വം കൽപ്പിക്കുക വഴി പിൻതലമുറകളോ ആ മനുഷ്യരെ, ആ ദൈവിക പ്രവാചകന്മാരെ, ആ യുഗപുരുഷന്മാരെ ദൈവത്തിലേക്കുള്ള മാർഗമായി കണ്ട്, ദൈവത്തിലേക്കുള്ള ഇടയാളന്മാരായി കണ്ട് ആ മനുഷ്യരുടെ മഹത്വങ്ങളുടെ പേരുകളിൽ മതങ്ങളുണ്ടാക്കി, വിശ്വാസങ്ങളുണ്ടാക്കി, ആചാരങ്ങളുണ്ടാക്കി. ഇവിടെയാണ് മതങ്ങളായി തീർന്നത്, വിശ്വാസങ്ങളായി തീർന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ തലങ്ങളെയും മുഴുവൻ ദർശനങ്ങളെയും ദൈവിക മാർഗത്തിൽ നകന്നുകൊണ്ട് മനുഷ്യനിർമ്മിതമായ പ്രത്യാശാസ്ത്രങ്ങളും രേഖകളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഉടലെടുത്തപ്പോഴാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനാകമാനമായി ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച ആദർശത്തെ പൂർത്തീകരിക്കുവാൻ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് കടന്നു വന്നത്. മുൻപേ കടന്നു വന്ന പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിരാകരിക്കാനല്ല, സത്യപ്പെടുത്തുവാൻ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ നസ്സല അലൈക്കൽ കിതാബു ബിൽ ഹഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത്ത വൽ ഇൻജീൽ. തൗറാത്തിനെയും ഇൻജീലിനെയും സത്യപ്പെടുത്തുന്ന സ്വാത്വികതയുടെ, നന്മയുടെ, യാഥാർത്ഥ്യത്തിന്റെ വേദഗ്രന്ഥവുമായി ഈ നിയുക്തനായ പ്രവാചകനാകുന്നു താങ്കളെന്ന് ലോകത്തെ കൽപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞു വെച്ചത് പുതിയൊരു മതത്തെക്കുറിച്ചല്ല, പുതിയൊരു ദൈവത്തെക്കുറിച്ചല്ല, പുതിയൊരു ദൈവിക വിശ്വാസം സംബന്ധിച്ചല്ല. അബ്രഹാം പ്രവാചകന്റെയും നോഹ പ്രവാചകന്റെയും ദാവീദ് പ്രവാചകന്റെയും മോശ പ്രവാചകന്റെയും ജീസസ് ക്രൈസ്റ്റിന്റെയും ലോകത്തറിയപ്പെടുന്ന വായിക്കപ്പെടാത്ത മുഴുവൻ ദാർശനികന്മാരും മുഴുവൻ മഹർഷിമാരും മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച ഏകനായ ഏകേശ്വരനായ ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ആ മതമാകുന്നു ഇസ്ലാം എന്ന മതം. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ ശാന്തി എന്നാകുന്നു, സമർപ്പണം എന്നാകുന്നു. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 125-ാമത്തെ വചനത്തിൽ വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ഇലല്ലാഹി വഹുവ മുസ്ലിം. ഭൂമിയിൽ ജീവിക്കുന്ന സദ്വൃത്തനായ മനുഷ്യൻ ദൈവത്തിലേക്ക് നൽകുന്ന സദ്വൃത്തമായ കഴിവണക്കമാകുന്നു ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 22-ാമത്തെ വചനത്തിൽ വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുസ്ലിം ഫഖദ് ഇസ്തംസക ബിൽ വുസ്ഖാ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നുണ്ട്. ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ വേദഗ്രന്ഥങ്ങളും ലോകത്തോട് പഠിപ്പിച്ച
യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ലോകത്ത് കടന്നു വന്ന പ്രവാചകനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേദഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഏറ്റവും ഹൃദയമായ ധർമാദരങ്ങളെ വ്യവച്ഛേദിച്ചുകൊണ്ട് സാത്വികമായ വഴി മനുഷ്യരെ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലയകൂന ലിൽആലമീന നദീറ. ലോകത്താകമാനമുള്ള മുഴുവൻ മനുഷ്യർക്കും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും പാതകളെ വ്യവച്ഛേദിച്ചു നൽകുവാൻ നിയുക്തനായ പ്രവാചകനെ സംബന്ധിച്ച് കൽപ്പിക്കുന്നു. ആ വേദഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ലോകത്ത് ജീവിക്കുന്ന എക്കാലഘട്ടങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രായോഗികമായ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന നല്ല പഠിപ്പിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം, ഒരു വ്യത്യാസങ്ങളില്ലാത്ത അത്ഭുതമായി പ്രപഞ്ചത്തിന്റെ താളത്തെ പോലെ, സൂര്യന്റെ കറക്കത്തെ പോലെ, നക്ഷത്രത്തിന്റെ തിളക്കത്തെ പോലെ മനുഷ്യന് അത്ഭുതമായി 14 നൂറ്റാണ്ടുകളായി ലോകത്ത് നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ വേദഗ്രന്ഥമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്ന വേദഗ്രന്ഥം. ഒരു വേദഗ്രന്ഥത്തിനുണ്ടാകേണ്ട മുഴുവൻ ഗുണഗണങ്ങളുമുള്ള ഈ വേദഗ്രന്ഥം മനുഷ്യന് സാൻമാർഗ ഫലം നൽകുന്നുവെന്നതിൽ സംശയമേ ഇല്ല. ആ വേദഗ്രന്ഥം കാലാകാലങ്ങളിലായി നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് 15-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എന്നേക്കു നിലനിൽക്കുന്ന സംരക്ഷിക്കുന്ന ദൈവതമ്പുരാന്റെ സംരക്ഷണത്തിലുള്ള ആ വേദഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ലോകത്ത് നിയുക്തനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തെ കേൾപ്പിച്ച ഈ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ലോകത്താകമാനമായി ഒരു ദൈവികമായ മാർഗം പഠിപ്പിക്കുന്നു. ഏകേശ്വരനായ ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മുഴുവൻ മനുഷ്യരും ഏകനായ ഒരു പിതാവിന്റെ ഒരു മാതാവിന്റെ മക്കളായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സങ്കുചിത്വമില്ലാത്ത, വിഭാഗീയതകളില്ലാത്ത, വർഗീയതകളില്ലാത്ത ഒരു കാര്യം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. വർഗങ്ങളും കുലങ്ങളും ജാതികളും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാകുന്നു. നിങ്ങളിൽ പരമോന്നതനാകുന്നത് ദൈവഭക്തിയിൽ പരമോന്നതനാകുന്നവനത്തെ എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ലോകത്ത് ദൈവത്തെക്കുറിച്ച് സമാധാനത്തെ സന്ദേശം പറയുവാൻ വേണ്ടി ലോകത്ത് കടന്നു വന്ന ലോകാപ്രവാചകന്റെ ഭാര്യ, ലോകാപ്രവാചകന്റെ പുത്രൻ, ലോത്ത് നബി പ്രവാചകന്റെ ഭാര്യ അവിശ്വസനികളായ ദൈവനിഷേധികൾക്ക് മാതൃകയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ജീവിതത്തിൽ ദൈവത്തെ നിഷേധിച്ച, ദൈവിക മതത്തെ നിഷേധിച്ച ഫറോവ ചക്രവർത്തിയുടെ ഭാര്യ വിശ്വാസികൾക്ക് മാതൃകയാണെന്നും പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. വർഗതലങ്ങൾക്കല്ലാതെ മാനവകുലത്തോട് ദൈവികമായ മാർഗം പഠിപ്പിക്കുക വഴി സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്വാസ്ഥ്യത്തിന്റെ ദൈവികമായ മാർഗം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ മതമാകുന്നു പരിശുദ്ധ ഇസ്ലാം. ദൈവത്തിന്റെ വേദഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ലോകത്ത് നിയുക്തനായ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ ലോകത്തിന്റെ പ്രവാചകനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തെ കേൾപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ലോകത്ത് സമാധാനത്തിന്റെ, സ്വാസ്ഥ്യത്തിന്റെ, ശാന്തിയുടെ, മോക്ഷത്തിന്റെ, മോചനത്തിന്റെ മാർഗതലം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകൾക്കും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന, മുഴുവൻ ആളുകൾക്കും ഒന്നായി തീരാൻ കഴിയുന്ന മാനവികതയുടെ സ്വാതന്ത്ര്യവും സ്വാസ്ഥ്യവും സമത്വവും നൽകുന്ന ദൈവിക ദൃഷ്ടാന്തത്തിലൂടെ മനുഷ്യന് മാത്രമേ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമാകൂ, സമാധാനം ഉണ്ടാക്കുക സാധ്യമാകൂ. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുൽ റഅദിലെ 28-ാമത്തെ വചനത്തിൽ മാനവകുലത്തോട് പറയുന്നുണ്ട്, വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ അറിയുക, അല്ലാഹുവിലുള്ള, പ്രപഞ്ചനാഥനിലുള്ള, നിങ്ങളുടെ സൃഷ്ടികർത്താവായ ജഗദീശ്വരനായ അല്ലാഹുവിലുള്ള, പ്രപഞ്ചനാഥനിലുള്ള, ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തിനല്ലാതെ, ഒരു സമർപ്പണത്തിനല്ലാതെ, ഒരു സ്മരണക്കല്ലാതെ, ആരാധനക്കല്ലാതെ, സമർപ്പണത്തിന്റെ കീർത്തനങ്ങൾക്കല്ലാതെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ സ്വാസ്ഥ്യം, സമാധാനം ഉണ്ടാക്കുക മറ്റൊന്നിനും സാധ്യമല്ല. ഇതൊന്നുകൊണ്ട് മാത്രമേ മനുഷ്യനിൽ സമാധാനം ഉണ്ടാക്കുകയുള്ളൂ. ലോകത്തെ പഠിപ്പിക്കുന്ന ദൈവിക മതത്തിന്റെ, ദൈവിക വേദഗ്രന്ഥത്തിന്റെ, ദൈവിക പ്രവാചകന്റെ ജീവിതചര്യകളെ പഠിക്കുകയും ഉൾക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കുമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഇതൊരു പഠനത്തിന്, ഒരു തുറന്ന ചർച്ചക്ക്, ഒരു തുറന്ന സംവാദത്തിന് മുഴുവൻ ആളുകളും തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.